കൂടി ശ്രീ പത്മനാഭൻ, ഒരു ചോദ്യത്തിന് കൂടി താങ്കൾ ഉത്തരം നൽകണം. ഇപ്പോൾ അധ്യക്ഷനെ മാറ്റിയിരിക്കുകയാണല്ലോ. അധ്യക്ഷനെ മാറ്റി രാജീവ് ചന്ദ്രശേഖരൻ വരുമ്പോൾ ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് അത് കേസുമില്ല, ഈ താങ്കൾ ക്ലീൻ എന്ന രൂപത്തിൽ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുകയാണോ? അങ്ങനെ ഒരു സംശയം കൂടിയുണ്ട്. അബദ്ധജടിലമായ ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇ കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ ഒരു സ്ഥാപനമാണ്. അത്ര മോശമാണെങ്കിൽ അതാ ഞാൻ കോൺഗ്രസ്സുകാരോട് ചോദിച്ചത്. അരവിന്ദ് കെജ്രിവാളിനെ ഈ ഡൽഹിയിൽ നിങ്ങൾ പടക്കം പൊട്ടിച്ചത് എന്തിനായിരുന്നു? എന്നിട്ട് വൈകി വന്ന വിവേകം എന്നാ പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാക്കന്മാര്. അപ്പൊ വിവേകമാണില്ലേ ഇഡിയുടെ അറസ്റ്റ്? ഇതൊക്കെ ഓരോ സംസ്ഥാനത്തും ഓരോ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയും. അത് ഒരു ഏജൻസി കുറ്റപത്രം ഫയൽ ചെയ്യുമ്പോൾ കോടതിയിൽ അത് നാളെ ചോദ്യം വരും. കോടതി ചോദിക്കും, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ഫയൽ ചെയ്തിരിക്കുന്നത്? അപ്പൊ അവിടെ ഉത്തരം പറയണം. ഇതൊരു ജില്ലാ കോടതിയിൽ അത് ഫയൽ ചെയ്തിരിക്കുന്നത്. നാളെ അത് സുപ്രീം കോടതി വരെ പോകാൻ സാധ്യതയുള്ള കേസാണ്. അപ്പൊ അവര് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലേ അവര് കുറ്റപത്രം കൊടുക്കുള്ളൂ. അത് കാത്തിരുന്ന് കാണുക. ഇപ്പൊ നമ്മൾ ഇവിടെ സന്തോഷമായല്ലോ. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ കോൺഗ്രസ്സുകാർക്ക് സന്തോഷമായല്ലോ. അന്ന് ഇവരത് പറഞ്ഞില്ലല്ലോ. അപ്പൊ അവിടെ നല്ല ഇടി, ഇവിടെ ചീത്ത ഇടിയാ. ഇതിനൊന്നും അർത്ഥമില്ല. ഇതൊക്കെ രാഷ്ട്രീയത്തിന് വേണ്ടി പറയുന്നതാണ്, അതിനപ്പുറം ഒന്നുമില്ല. ഒരു മൊഴി രേഖപ്പെടുത്തി ഞാൻ കണ്ടിട്ടുണ്ട് ആ കള്ളപ്പണം ചാക്കിൽ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ ഒരാളുടെ മൊഴി പോലും എടുക്കാതെ, അയാളോട് ഒരു തവണ പോലും അയാളെ കാണാതെ ഇ ഡി അങ്ങോട്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. എവിടെ നിന്ന് പണം വന്നു എന്നൊരു അന്വേഷണമേ ഇല്ലാതെ ഹൈവേ കൊള്ള അന്വേഷിക്കാൻ വന്നിരിക്കുന്നു ഇ ഡി അല്ലേ? പത്രക്കാരാണോ? ഇ ഡി ആരെ ചോദ്യം ചെയ്യണമെന്ന്? 3.5 കൊല്ലം കടന്നുറങ്ങിയ ഒരാൾ ഡീറ്റ് വന്നിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒന്ന് ഊറിച്ചിരിക്കും. അത്രേ ഉള്ളൂ. ശരി, സാമാന്യ ജനം ഊറിച്ചിരിക്കുന്നുണ്ട്. 193 രണ്ടെണ്ണത്തിൽ മാത്രം ശിക്ഷ എന്നത് ഇവിടെ ഇ ഡി ക്ലീൻ ചിറ്റ് നൽകിയതിലാണ് ഊറിച്ചിരിക്കുന്നത്. താങ്കൾ ഈ അബദ്ധജടിലം എന്ന് പറഞ്ഞത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുരേന്ദ്രൻ മാറുമ്പോൾ പകരം സുരേന്ദ്രനെ സമാധാനിപ്പിക്കാൻ നൽകിയത് എന്നതിൽ ഒരു ഉത്തരമായിരിക്കുന്നു എന്ന് വേണം ഇതിനെ കരുതാൻ. വളരെ നന്ദി ശ്രീ പത്മനാഭൻ. ഈ ഘട്ടത്തിൽ അരമണിക്കൂർ താങ്കൾക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞു പോകുന്നു ഇടവേളയിൽ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.